ചട്ടിയിലിട്ട് ഒഴിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് ഓരോരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. എണ്ണ തിളച്ച് വരുന്നത് കാണാമല്ലോ, കുമ്പളകളൊക്കെ വരുന്നുണ്ട് എണ്ണയ്ക്കകത്ത്. നമ്മൾ സാധനങ്ങൾ ഇടുമ്പോൾ തീ അല്പം കുറച്ച് വേണം ഇടാൻ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തോട്ട് അത് തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അല്പം തീ കുറച്ചിട്ട് വേണം നമുക്ക് ഇടാൻ. തീ അല്പം കുറച്ചിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഇടുന്നത് ഇതിനകത്ത് ഉലുവയും കറുത്ത ജീരകവുമാണ്. ഉലുവയും കറുത്ത ജീരകവും നല്ലപോലെ ചൂടായതാണ്. തീ കുറച്ചിട്ട് വേണം ഇടാൻ. ഇല്ലെങ്കിൽ തവിയാണെങ്കിൽ ഒരു നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി തവി എടുക്കണം. തവി വെള്ളത്തോടു കൂടി ഇതിനകത്ത് ഇടരുത്, ഇത് പൊട്ടിത്തെറിക്കും. ഇത് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. ഉലുവായും കറുത്ത ജീരകമാണ്, രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. അതെ, ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറണം. ഇനിയാണ് ഇതിനായിട്ടുള്ള അടുത്ത സാധനങ്ങൾ നമുക്കിട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്തിട്ടുണ്ട്. അടുത്ത സാധനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സവോളയാണ് ഇതിനകത്ത് അടുത്തത് ഇടുന്നത്. തീ കുറച്ചിട്ട് വേണം ഇടാൻ, ഇല്ലെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിക്കും. സവോളയുടെ കൂട്ടത്തിൽ തന്നെ അടുത്തതിടുന്നത് കറ്റാർവാഴ. കറ്റാർവാഴ എൻ്റെ വീട്ടിൽ തന്നെയുള്ളതാണ്, ഞാൻ വളർത്തി എടുത്ത കറ്റാർവാഴയാണ്. അതാണ് ഇടുന്നത്. നമ്മുടെ വീട്ടിലിതുണ്ട്. എല്ലാവരും വീട്ടിലിത് വെച്ച് വളർത്തണം, നല്ലതാണ് കറ്റാർവാഴ. നമ്മൾ മാർക്കറ്റിൽ പോയി ജെല്ലി വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് നമ്മുടെ വീടുകളിൽ ഇത് വളർത്തിയെടുക്കുന്നത്. കറ്റാർവാഴപ്പൂ രണ്ടും കൂടെ നല്ലതായിട്ടൊന്ന് വേഗം. നമ്മളെല്ലാം നല്ലപോലെ തുടച്ചെടുത്തത് കൊണ്ടാണ് ഇതിനകത്തോട്ട് ഇട്ടപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ. അല്ലെങ്കിൽ നല്ലപോലെ പൊട്ടിത്തെറിക്കും. ഉള്ളിയൊക്കെ എടുത്താൽ അത് നല്ലപോലെ വെള്ളം തുടയ്ക്കണം. ഉള്ളിയുടെയും കറ്റാർവാഴ കണ്ടിച്ചോണ്ട് വന്ന് കഴുകിയിട്ട് അതൊരു തുണി കൊണ്ട് തുടച്ചതിന് ശേഷം മാത്രമേ അതിനെ കട്ട് ചെയ്യാവൂ. ഇതിനെല്ലാം പൊട്ടിത്തെറിക്കും. ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. ഇനി അടുത്ത് ഇടുന്നത്, ഇവിടെ കിട്ടാറില്ല എങ്കിൽ ഞാനൊരു ചെടി വാങ്ങിച്ച് വളർത്തിയതാണ്. വളർത്തിയപ്പോൾ അതിൽ ഒരു പൂവുണ്ടായി. ആ പൂവാണ് ഇതിനകത്ത് ഇടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഇത് കിട്ടും, എല്ലാ വീടുകളിലുമുണ്ട്. പക്ഷേ ഇത് നമ്മൾ നോർത്ത് സൈഡിലൊക്കെ നമുക്ക് വളർത്താനുള്ള സൗകര്യക്കുറവുണ്ട്. എന്നാലും ഞാനൊരു ചെടി വളർത്തി. ആ ചെടിയിൽ നിന്ന് പറിച്ച ഒരു പൂവാണ് ഇതിനകത്ത് ഇടുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എണ്ണ ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാം എന്തായിരിക്കുമെന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ താളിയായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂവാണ് ഇടുന്നത് അടുത്തത്. ഇതെൻ്റെ വീട്ടിൽ തന്നെയുള്ള ചെമ്പരത്തി, ഞാൻ നട്ടു വളർത്തി ഉണ്ടായി പൂവായി. ചെമ്പരത്തിപ്പൂ
നമ്മൾ പണ്ടൊക്കെ ഇതൊക്കെ താളിയായിട്ട് ഉപയോഗിച്ച് തലയൊക്കെ കടി, ഇതിൻ്റെ പൂവും ഇതിൻ്റെ ഇലയും ഒക്കെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ വരുന്ന താളികളോ ഷാമ്പുവോ ഒന്നും നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ട്, നമ്മളെപ്പോഴും നമ്മുടെ വീട്ടുകളിൽ ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ വെള്ളത്തിലിട്ട് ഞവടി കഴുകിയിട്ട് ആ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ പണ്ട് തലമുടിയൊക്കെ കഴുകിയത്. അതിൻ്റെ ഇല, അതിൻ്റെ പൂവായിട്ടേക്കുന്നത്. ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം കരിവേപ്പില, കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും. നമുക്ക് നന്നായിട്ട് ഇളക്കി അത് മൂപ്പിക്കാം. കുറച്ച് നേരം കിടന്ന് മൂക്കട്ടെ. എണ്ണയ്ക്കകത്തെ സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഉള്ളിയും കറ്റാർവാഴയും എല്ലാം നല്ലപോലെ എണ്ണ ഏതാണ്ട് നമുക്കിനി അല്പസമയത്തേക്ക് നമ്മളിത് ഓഫ് ചെയ്ത് വെക്കാം. അത് തണുക്കാനായിട്ട് നമുക്ക് വെക്കാം. ആവശ്യത്തിന് മൂത്ത് കളറൊക്കെ മാറിയിട്ടുണ്ട്, എണ്ണയുടെ കളർ ഉണ്ട് എണ്ണയുടെ. പിന്നെ നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് എണ്ണ വാങ്ങി വെക്കാം. എല്ലാവരും ഇത് ഇങ്ങനെ ചെയ്ത് നോക്കണം, നല്ലതാണ് തലമുടിക്കൊക്കെ. ഒരു പ്രത്യേക മണവും ഉലുവയുടെയും കറുത്ത ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും കരിവേപ്പിലയുടെയും ഒക്കെ ഒരു മണമുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ.